Dear students, I am Simon Dittarayil, Mathematics Academy, തൃശൂർ. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം 10th CBSE മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കാം, അതിന് എന്ത് വിദ്യയാണ് ഞങ്ങളുടെ പക്കലുള്ളത് എന്നാണ് വിവരിക്കുന്നത്. വിഷയം നേരിട്ട് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് വായിച്ചാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. കാരണം 10th സ്റ്റാൻഡേർഡ് വരെയുള്ള മാത്തമാറ്റിക്സിന്റെ ടേംസും ഫോർമുലകളും എല്ലാം ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്ത് ഞങ്ങൾ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന ഒരു ചെറിയൊരു പുസ്തകം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 100 ഫോർമുലകളും ഡെഫിനിഷൻസും അത്യാവശ്യ കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടുള്ളതാണ്. ഇത് പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാൻ വളരെ സുഗമമായിരിക്കും. I will explain the possible formulas over here. What is natural numbers? It's nothing but 1, 2, 3, 4, 5, 6, 7, 8, 9, etc. എല്ലാവർക്കും അറിയാവുന്നതാണ്, 6ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എങ്കിൽ വാട്ട് ഈസ് ഹോൾ നമ്പേഴ്സ്? യു ജസ്റ്റ് ആഡ് 0 ഓൾസോ, it will become a set of all numbers. What is integers? നെഗറ്റീവ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ മതി. -1, -2, -3, -4, etc. ഇതെല്ലാം ചേർന്നാൽ ഇന്റീജേഴ്സ് ആയി. ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തെല്ലാമാണ് ഇതിൽ? ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൺ നമ്പേഴ്സ്. സി, ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഒറ്റ എന്ന് പറയും. അത് 1, 3, 5, 7, 9. If you divide by 2, you will have a remainder 1. That is called odd numbers. Then what is even numbers? Nothing but 0 കൂടി വേണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ പറ്റില്ല. 0 by 2 is equal to 0, no remainder. 0, 2, 4, 8, 6, 8, etc. ഇവിടേക്കും അതിന്റെ ബാധകമാണ്. അപ്പൊ നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, then whole numbers, integers, total, odd numbers and even numbers. Next is what is prime numbers. വളരെ ഈസിയാണ്. പ്രൈം നമ്പർ നമ്മൾ ഒരു നമ്പറിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ? പ്രോപ്പർ ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ 2 പറ്റില്ല, 3 പറ്റില്ല, 5 പറ്റില്ല, then 7 പറ്റില്ല, 11 പറ്റില്ല, 13 പറ്റില്ല, etc. These are all prime numbers. 1 എടുക്കാറില്ല. അതായത് 1 കൊണ്ടോ അതേ നമ്പർ കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അതർവൈസ് നോ പ്രോപ്പർ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് നോ പ്രോപ്പർ factors.
Then what is composite numbers? Proper factorial ഏതൊക്കെയാണ്? 4, 6, 8, 9, 10, etc. അതായത് having proper factors. 6 എങ്ങനെ എഴുതാം? 6 is equal to 2 into 3. It's a proper factors. Multiple set എഴുതാം. 1ഉം 6ഉം അല്ലാത്ത നമ്പേഴ്സ് കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. So that is over. Next is, what is other symbols like arithmetic operators? Arithmetic operators നിങ്ങൾക്കറിയാം 4 സിമ്പിൾസ് ആണ്. പ്ലസ്, മൈനസ്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഈസ് നമ്പർ ലൈൻ. നമ്പർ ലൈൻ ഇത് വളരെ കറക്റ്റ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ 0 റൈറ്റിൽ പോയാൽ 1, 2, 3 എക്സെട്ര. Left hand side of 0 is equal to -1, -2, -3, etc. Next is, എന്താണ് ascending order, ascending sequence? അതായത് if you write any number, say 5, bigger than 5, say 6, 7, 70, 100, ascending order. What is descending? Just opposite, you have to write 100, 99, 90.